എന്റെ ജീവിതത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ഈ സിനിമയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാറില്ല. പലരും വന്ന് പേര് വയ്ക്കും. ഇപ്പോ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോ ഒരു സന്തോഷമുണ്ട്. 4 പേര് തിരിച്ചറിയുന്നുണ്ട്. അത് ഈ ഒരു സിനിമ കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഒരു നല്ല നടൻ എന്നുള്ളൊരു പേരും കൂടെ എനിക്ക് ഈ സിനിമ നേടിത്തന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ നന്ദി പറയേണ്ട ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ സിനിമയിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും നന്ദി പറയണം. കാര്യം ഒരുപാട് ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്ത് സുഹൃത്തുക്കൾ എന്നതിലുപരി ബന്ധുക്കളെ പോലെ ആയി തീർന്നു കുറെ കഴിഞ്ഞപ്പോൾ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. ഞാൻ ഈ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത് ഞാൻ ഭൂതറ എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എന്റെ അതിനു മുമ്പ് 7th ഡേ എന്ന് പറയുന്ന സിനിമയിൽ ഞാനും ശ്രീ പൃഥ്വിരാജും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പരിചയമുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നീ ഒന്ന് കഥ കേൾക്ക് എന്നുള്ള. അങ്ങനെ ഞാൻ ശ്രീ RS ഫിലിമുകളുമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു. ആ ജലം കൊണ്ട് മുറിവേറ്റുകൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ മുമ്പിൽ എങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ 2 സീനും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ പോയി. പക്ഷെ അപ്പം തന്നെ ഉറപ്പിച്ചു ഞാൻ എന്തായാലും ഈ സിനിമയിൽ ഉണ്ടാവും. ഞാൻ അപ്പം തന്നെ പറഞ്ഞ ചേട്ടാ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് ഈ സിനിമയിൽ എന്തായാലും അഭിനയിക്കണം എന്നാണ് പറഞ്ഞത്. ഈ സിനിമയിലെ എന്താ പറയാ ഏറ്റവും നല്ല സീനെന്ന് പലരും പറഞ്ഞ സീനിൽ അഭിനയിക്കാൻ അതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. പിന്നെ വിമലേട്ടനെ പോലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് തലകുത്തി പറഞ്ഞ് അഭിനയിച്ചിട്ടൊന്നുമില്ല ഇതിനകത്ത്. എന്റേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്നും പറയാൻ പറ്റില്ല. ഒരു നല്ല ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു നടന് ഉണ്ടാവുന്ന ഒരു ഭാഗ്യമുണ്ട്. അത് ആ സിനിമയെ പറ്റി വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി ഏറ്റവും ബോധ്യമുണ്ടായിരുന്ന ഡയറക്ടർ തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഈ സിനിമ ചെയ്യേണ്ടിയിരുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്തത്. ഈ കഥാപാത്രത്തെ ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്നുള്ളവർക്ക് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പുവേട്ടനെ. അതേപോലെ തന്നെ അപ്പുവേട്ടനെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീ RS ഫിലിം. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പേഴ്സണലി പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിലെ കഥാപാത്രങ്ങളിൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം അപ്പുവേട്ടനെയാണ്. അതിന്റെ ആയിരിക്കാം അപ്പുവേട്ടൻ ഒരു ഡയലോഗ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്, അയാളുടെ മാനസിക വ്യാപാരങ്ങൾ എന്തായിരിക്കാം എന്നെല്ലാം എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നു ഡയറക്ടർ. ആ പറഞ്ഞു തരുമ്പോൾ പലപ്പോഴും പുള്ളിയുടെ കണ്ണു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ ആദ്യം എന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എന്റെ കണ്ണു പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും അറിയപ്പെടുന്ന ഒരു നടനായിട്ടില്ലായിരുന്ന എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ച് ഈ സിനിമയിലെ കഥാപാത്രം എനിക്ക് ഏൽപ്പിച്ച ശ്രീ RS ഫിലിമിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഈ സിനിമയുടെ DOP ജോമോൻ ഞങ്ങൾ നേരത്തെ പരിചയമാണ്. അപ്പോൾ ഇത് പലർക്കും അറിയില്ലായിരിക്കാം. ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ജോമോൻ ഇവിടെ കുറച്ച് ലെഫ്റ്റിലോട്ട്, നീ തല ഇങ്ങോട്ട് തിരികെ, നിന്നെ കാണാൻ ഭംഗി അപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നു. ഒരു ക്യാമറമാൻ അങ്ങനെ പറഞ്ഞു തരുന്ന സാധാരണ നടക്കുന്ന സംഭവമല്ല. പക്ഷെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ക്യാമറയ്ക്ക് പിറകിൽ നിന്നിട്ട് എൻ്റെ പലപ്പോഴും പറഞ്ഞ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജോമോനോട് നന്ദി പറയണം. പിന്നെ ശ്രീ രഞ്ജിത്ത് അമ്പാടി, ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് മാനാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചേട്ടാ എന്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്, മനുഷ്യക്കോലത്തിൽ എന്നെ ഇറക്കി വിട്ടേക്കണേന്ന് പറഞ്ഞു. ചെന്ന് അന്ന് എന്നെ മറ്റേ പഴുതാര വീശയും വലിയ പ്രതാപം വെച്ചിട്ട് എന്റെ ചേട്ടന്റെ കല്യാണത്തിനും എന്റെ കല്യാണത്തിനും എല്ലാത്തിനും ഞാൻ ആ രൂപത്തിലായിരുന്നു. പക്ഷെ എനിക്കതിലൊരു റിഗ്രറ്റ് തോന്നാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്റെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവായിട്ടുള്ള ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ രൂപത്തിൽ കല്യാണം കഴിക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു കാര്യമായിട്ട് വരുന്നു. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും, പാർവതി ആണെങ്കിലും ഇത്ര ഒരു എക്സെപ്ഷണൽ ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ പാർവതി ചോദിച്ചു, സീരിയസ് ആണോ അതോ അഭിനയമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് മൊയ്തീനെ പറ്റിയൊക്കെ പറയുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഇമോഷൻസിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രം മതിയായിരുന്നു ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് നാട്ടുകാർ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ പാർവതിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ബാലചേട്ടൻ ഇവിടെ ഇല്ല, പക്ഷെ ഒരു സുഹൃത്തിനെ പോലെ ചേട്ടനെ പോലെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ 3 പേരും പലപ്പോഴും ഇരുന്ന് പലപ്പോഴും സിനിമയെ പറ്റിയും ഈ സിനിമയുടെ പലപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതിന്റെ സക്സസ് പാർട്ടി സത്യം പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ അന്നും ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നിട്ട് ഈ നന്ദി പറഞ്ഞ് കരയാണെന്ന് വയ്യ. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് ആയിട്ട് എല്ലാവരോടും നന്ദി പറയുന്നത്.
എല്ലാവരോടും നന്ദിയുണ്ട്. ഈ സിനിമ സ്വീകരിച്ച പ്രേക്ഷകരോടും, ഈ സിനിമ ഇത്രയും ദിവസം തിയേറ്ററിൽ ഓടിച്ച തിയേറ്ററുകാരോടും, ഈ സിനിമയെ പുകഴ്ത്തിയ അല്ലെങ്കിൽ സ്വീകരിച്ച മാധ്യമപ്രവർത്തകരോടും എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. കഴിഞ്ഞു.